തക്കാളി കൊണ്ട് നമുക്കൊരു ചാറുകറി ഉണ്ടാക്കാം. അതിനായിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങളാണ് സവാള, വേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, ഒരു കറിയാമ്പ് ചതച്ചതാണത്, വെളുത്തുള്ളി ചതച്ചത്. ഇത് വെളിച്ചെണ്ണയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക. നല്ലതായിട്ട് മൊരിയിച്ചെടുക്കുക. അടുപ്പത്ത് വെച്ച് പച്ചക്കറി കഴിക്കുന്ന ആളുകൾക്ക് കഴിക്കാവുന്ന നല്ലൊരു ചാറ് കറിയാണ് തക്കാളി. ഇതുപോലെ നന്നായി വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഉള്ളി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് കുറക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുരിഞ്ഞു പോവും മുളക് പൊടിയൊക്കെ കൂടുതൽ. അത്യാവശ്യം ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതിനായി എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് രണ്ടും മാത്രം മതി. ഇതിലേക്ക് ഇടാം. നന്നായി ഇളക്കി കൊടുക്കുക. മുളക് പൊടിയൊക്കെ മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മൂത്തേക്കട്ടെ. ഇത്തിരി കൂടി മൂപ്പുണ്ട്. പച്ചമണം മാറിയ ശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണേ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നന്നായിട്ട് മൂക്കണം, അല്ലെങ്കിൽ എരിവിൻ്റെ കുത്തലുണ്ടാവും. ഇപ്പോൾ മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് തക്കാളി ഇടാം. ഈ തക്കാളിക്കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറി ഒന്നും വേണ്ട. നല്ല സന്തോഷമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാം. ഇതിനി വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടന്ന് വേവട്ടെ നന്നായിട്ട്. ഇനി നമുക്ക് തീ കൂട്ടി വെച്ച് മൂടി വെച്ച് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തുറന്ന് നോക്കാം.
കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്നും കൂടി ഒന്ന് ഇളക്കി അതുപോലെ മൂടി വെക്കാം. തക്കാളി വേവട്ടെ. ഇനി നമുക്ക് ഒന്നും കൂടി തുറന്ന് നോക്കാം. കണ്ടോ, നന്നായി വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ ഇതൊഴിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഓക്കെ.